കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി നടത്തുന്ന ചടങ്ങുകളിൽ ആദ്യത്തേതായ ദൈവത്തെ കാണൽ മണത്തണയിലെ വാകയാട്ട് പൊടിക്കളത്തിൽ നടന്നു. വൈശാഖ മഹോത്സവത്തിലെ ചടങ്ങുകളും കർമ്മങ്ങളും ചിട്ടകളും അളവുകളും നിശ്ചയിക്കുന്നതിന് മുമ്പായി നടക്കുന്ന ദൈവത്തെ കാണൽ ചടങ്ങിൽ ഒറ്റപ്പിലാൻ സ്ഥാനികൻ കാർമ്മികത്വം വഹിച്ചു. പൊടിക്കളത്തിൽ വിളക്കുവെച്ച് നിവേദ്യം സമർപ്പിച്ച് ഒറ്റപ്പിലാൻ കർമ്മങ്ങൾ നടത്തി. ഒറ്റപ്പിലാനു പുറമെ ക്ഷേത്ര ഊരാളന്മാർ, പാരമ്പര്യ സ്ഥാനികർ എന്നിവർ പൊടിക്കളത്തിൽ എത്തി ദൈവത്തെ കാണൽ ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 12-ന് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രക്കൂഴം ചടങ്ങ് നടക്കും. വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായുള്ള പ്രക്കൂഴം ചടങ്ങ് മേടമാസത്തിലെ വിശാഖം നാളിലാണ് നടക്കുക. കാക്കയങ്ങാട്, പാല, പുല്ലാഞ്ഞിയോട്, നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് അവിൽ എഴുന്നള്ളത്ത് നടക്കും. കുത്തൂട്ടിൽ വെച്ച് അവിൽ അളവ് നടക്കും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രനടയിൽ ആയില്യാർകാവിൽ മുന്നിൽ ഒറ്റപ്പിലാൻ, കാടൻ, പുറങ്കലയൻ, കൊല്ലൻ, ആശാരി എന്നീ സ്ഥാനികർ ചേർന്ന് തണ്ണീർ കുടി ചടങ്ങ് നടത്തും. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നെല്ലളവ് നടക്കും. രാത്രി ആയില്യാർകാവിൽ പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകളും അപ്പട നിവേദ്യവും നടക്കും. ജൂൺ 8-ന് നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ജൂലൈ 4-ന് തൃക്കലശാട്ടോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. എന്താ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,